Good morning, ma'am. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്കറിയാം നമ്മൾ എപ്പിസോഡ് റൂട്ട്സ് ഇൻസ്റ്റൻസ് റൂട്ട് സൈൻ കോസിന്റെ വാല്യൂസ് പല കാര്യങ്ങളും നമ്മൾ പൈത്തൺ യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മളത് കുറെ സ്റ്റെപ്സ് നമ്മൾ യൂസ് ചെയ്ത് ചെയ്യണം. പക്ഷെ പൈത്തൺ ആണെങ്കിൽ നമ്മൾ പ്രോഗ്രാം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ വേരിയബിൾസ് മാത്രം ചേഞ്ച് ചെയ്ത് തന്നെ ഈസി ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് അതെങ്ങനെ പൈത്തൺ വെച്ച് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുന്നതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതുപോലെ നമുക്ക് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് നോക്കാം. Quadratic equation is any equation that can be rearranged in standard form as x square plus bx plus c equal to 0, where x represents an unknown and a, b and c represents third numbers for a not equal to 0. So the popular equation rearrange നമുക്ക് a square plus bx plus c equal to 0 എഴുതാൻ പറ്റുകയാണെങ്കിൽ where a not equal to 0, x എന്ന് വെച്ചാൽ അതൊരു unknown ആയിരിക്കും, a, b, c നമുക്കറിയാം known numbers ആയിരിക്കും. ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതായത് അതിന്റെ എക്സ് സ്ക്വയർ മാത്രം ടേം നിർബന്ധമാണ്, വരാൻ പാടില്ല. ഇങ്ങനെ ഇക്വേഷൻ നമുക്ക് എഴുതാനാണെന്നുണ്ടെങ്കിൽ അതിനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരുന്നത്. അപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നുള്ളത് എടുക്കാം. അതായത് നമുക്ക് അറിയുന്നത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ സൊല്യൂഷൻസ് അതിന് ഒന്നോ രണ്ടോ സൊല്യൂഷൻസ് ഉണ്ടാവാം. ആ സൊല്യൂഷൻസ് എഴുതുകയെന്ന് വെച്ചാൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു മൈനസ് ബി മൈനസ് root of b square minus 4ac divided by 2a. Equation b square minus 4ac ആ ഫോമിലാണ് നമ്മൾ ഡിസ്ക്രിമിനന്റ് b എന്ന് പറയുന്നത്. b equal to b square minus 4ac. ഈ b square minus 4ac യുടെ വാല്യൂ ആണ് നമുക്ക് എത്ര സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് പറയുന്നത്. ഒന്നിൽ രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റിയൽ സൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല, പകരം കോമൺ സൊല്യൂഷൻ ആണ് പോകുന്നത്. ആ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാല് if d equal to 0, there will be one solution. The real solution ആയിരിക്കും. If d is a positive number, there will be two solutions. Real ആയിരിക്കും. If d is a negative number, there won't be any real solutions. അങ്ങനെ നമുക്ക് രണ്ട് കോംപ്ലക്സ് സൊല്യൂഷൻസ് ഉണ്ടാവും. ചെയ്തിട്ടുള്ളത് പോലെ നമുക്ക് സാധാരണഗതിയിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അറിയുന്ന എ ബി സി ഈ മൂന്ന് വാല്യൂ എഴുതി വെക്കാൻ പറ്റും. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു മൈനസ് 5, സി ഈക്വൽ ടു 6. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. അപ്പം അതിൽ എ ബി സിയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് ബി പ്ലസ് 1 മൈനസ് റൂട്ട് മൈനസ് 5 സ്ക്വയർ മൈനസ് 4 into 1 into 6 divided by 2 into 1. That is x equal to 5 plus or minus 25 minus 24 divided by 2. That is x equal to 5 plus or minus 1 by 2. X equal to 5 plus or minus 1 divided by 2. That is x equal to 6 by 2 and x equal to 4 by 2. That is x equal to 3, x equal to 2. നമുക്ക് ഇവിടെ രണ്ട് സൊല്യൂഷൻസ് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ ബി സ്ക്വയർ മൈനസ് 4ac പോസിറ്റീവ് നമ്പർ ആയിരുന്നു 1 ആയിരുന്നു. നമുക്കിവിടെ രണ്ട് റിയൽ സൊല്യൂഷൻസ് ഉണ്ട്. എക്സ് ഈക്വൽ ടു 3 ഉണ്ട്, എക്സ് ഈക്വൽ ടു 2 ഉണ്ട്. ഇങ്ങനെ നമ്മൾ സാധാരണ വഴിയിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരു നോർമൽ പേര് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളിവിടെ പക്ഷെ യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ പൈത്തൺ പ്രോഗ്രാം ഉണ്ടാക്കാൻ പോവാണ്. അവിടെ തന്നെ അതിന്റെ അൽഗോരിതം എന്താക്കിയാലും നമുക്ക് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിമിനന്റ് വാല്യൂ നമുക്ക് 0 വരാം, പോസിറ്റീവ് നമ്പർ വരാം, നെഗറ്റീവ് നമ്പർ വരാം. ഈ നെഗറ്റീവ് നമ്പർ വരുമ്പോൾ റൂട്ട് എടുക്കാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മാത്സിൻസ് അവിടെ കോംപ്ലക്സ് മാത്തമാറ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മുമ്പൊക്കെ നമ്മൾ സൈൻ കോസ് ഒക്കെ വാല്യൂ ആകുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സ് നേരെ ഇമ്പോർട്ട് ചെയ്തത് ഇവിടെ കോംപ്ലക്സ് മാത്തമാറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇനീഷ്യലൈസ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻസ് എ ബി ആൻഡ് സി. നമുക്കൊരു ക്വസ്റ്റ്യൻ അതായത് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എയുടെ ബിന്റെയും സിയുടെ വാല്യൂ നമുക്കത് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ കൊടുക്കണം. പിന്നുള്ളത് ബി സ്ക്വയർ മൈനസ് 4ac
പിന്നെ നമുക്ക് ഇതിനായിട്ട് സൊല്യൂഷൻസ് ഫൈൻഡ് സൊല്യൂഷൻസ് x1 and x2. പിന്നെ അത് ഡിസ്പ്ലേ സൊല്യൂഷൻസ് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. പിന്നെ വാല്യൂ ഓഫ് x1 ഡിസ്പ്ലേ ചെയ്യണം, വാല്യൂ ഓഫ് x2 ഡിസ്പ്ലേ ചെയ്യണം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈത്തൺ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം അൽഗോരിതം പറഞ്ഞു. ആദ്യം കോംപ്ലക്സ് മാത്ത് ആയിട്ടുള്ള ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് സി മാത്ത് കൊടുക്കാം. പിന്നെ ഇനീഷ്യലൈസ് എ ബി സി ആണ്. അപ്പൊ എ ബി സി ഈക്വൽ ടു ഇൻപുട്ട് എന്റർ കോഎഫിഷ്യൻസ് എ ബി ആൻഡ് സി വരും. അപ്പൊ നമ്മൾ റിസൾട്ട് തരുന്ന സമയത്ത് എന്റർ കോഎഫിഷ്യൻസ് ഓഫ് എ ബി സി എന്ന ടെക്സ്റ്റ് ബോക്സ് വരും. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഇക്വേഷനിലെ വാല്യൂസ് എന്തൊക്കെയാണുള്ളത് എയും ബിന്റെ വാല്യൂസ് അവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഡിസ്ക്രിമിനന്റ് വാല്യൂ ആണ്. അപ്പൊ നമ്മൾ കമന്റ് കൊടുക്കണം ഡി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ആണെന്നുള്ളത്. അപ്പം ആ ഒരു കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഡി ഈക്വൽ ടു ബി സ്റ്റാർ സ്റ്റാർ 2 മൈനസ് 4 സ്റ്റാർ എ സ്റ്റാർ സി ഈ ഒരു ഫംഗ്ഷൻ കൊടുക്കാം. പിന്നെ നമുക്ക് കാണാനുള്ളത് എക്സിന്റെ x1 x2 രണ്ട് വാല്യൂസ് ആണ്. നേരത്തെ പറഞ്ഞിട്ട് എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി ഡിവൈഡ് ബൈ 2a. അപ്പൊ നമുക്ക് ഇവിടെ കോംപ്ലക്സ് റൂട്ട് ആണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് x1 ഈക്വൽ ടു മൈനസ് ബി പ്ലസ് സി മാറ്റ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ബി ഡിവൈഡ് ബൈ 2a. അതുപോലെ തന്നെ x2 ഈക്വൽ ടു മൈനസ് ബി മൈനസ് സി മാറ്റ് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് ബി ഡിവൈഡ് ബൈ 2a. ഇനി നമുക്ക് സൊല്യൂഷൻസ് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമ്മളുടെ പ്രിന്റ് സൊല്യൂഷൻസ് ആണ് പ്രിന്റ് x1 പ്രിന്റ് x2 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ സൊല്യൂഷൻസ് ഡിസ്പ്ലേ ചെയ്യാൻ സൊല്യൂഷൻസ് ആണെങ്കിലും x1ന്റെ വാല്യൂ വരും, x2ന്റെ വാല്യൂ വരും. അങ്ങനെ അവിടുത്തെ കമാൻഡ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നോട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് സിംഗിൾ ആയിട്ട് സൊല്യൂഷൻസ് സെന്റൻസ് കൊടുക്കണമെങ്കിൽ നമുക്ക് സൊല്യൂഷൻസ് ആർ curly bracket 0 and curly bracket 1 കൊടുക്കാം. ഡോട്ട് ഫോർമാറ്റ് x1 x2 ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിംഗിൾ ആയിട്ട് നമ്മുടെ റിസൾട്ട് കിട്ടും. ഈ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മളൊരു പൈത്തൺ ഷെല്ലില് ഈ കമാൻഡ് ഒക്കെ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു സ്ക്രീൻഷോട്ട് ആണ്. നമ്മൾ ഈ ഒരു നേരത്തെ കാണിച്ച ഈ ഫംഗ്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തതിൽ എന്തൊക്കെ കോൺഫിഷ്യൻസ് എ ബി ആൻഡ് സി വരും. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ അതിലുള്ള എന്റെയും ബിന്റെയും സിന്റെ വാല്യൂ കൊടുക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 ആയിരുന്നു. ഈക്വൽ ടു 1 ഈക്വൽ ടു മൈനസ് 5 ഈക്വൽ ടു 6 ആ വാല്യൂസ് നമുക്ക് എൻറ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് എൻറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻസ് ആർ 3 പ്ലസ് 0j 2 പ്ലസ് 0j എന്ന് പ്രിന്റ് ചെയ്ത് തരും. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 3ഉം 2 ആണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. ഇവിടെ ഒരു കോമൺ സ്ക്വയർ റൂട്ട് ഇല്ലാത്തതുകൊണ്ടാണ് 0j തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഒരു പൈത്തൺ ഷെല്ലിൽ നമ്മൾ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തിട്ട് ഇങ്ങനെയാണ്